കുഞ്ഞുങ്ങൾക്ക് പ്രൈവറ്റ് പാർട്സിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നതിനെക്കുറിച്ച് പല പേരൻസും പല സംശയങ്ങളും ചോദിച്ചു. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കണ്ണ്, മൂക്ക്, വായ, നാക്ക് ഒക്കെ നമ്മൾ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നത് പോലെ തന്നെ അവരുടെ പ്രൈവറ്റ് പാർട്സിനെക്കുറിച്ചും അത് വൃത്തിയായി സൂക്ഷിക്കുന്നതിനെക്കുറിച്ചും നമ്മൾ ഭാവിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ചെറുപ്പത്തിൽ മുതലേ പറഞ്ഞു തുടങ്ങണം. അതിന് കാലമെന്നൊന്നുമില്ല. ശരിക്കും നമ്മുടെ കുഞ്ഞ് 6 മാസം കഴിയുമ്പോൾ തന്നെ നമ്മൾ അവരെ ഓരോ കാര്യങ്ങൾ ട്രെയിൻ ചെയ്ത് തുടങ്ങുന്നതിനോടൊപ്പം തന്നെ ഈ കാര്യങ്ങളും ചെയ്തു തുടങ്ങേണ്ടതാണ്. 1 വയസ്സാകുമ്പോൾ നമ്മൾ കണ്ണ്, മൂക്ക്, വായ, നാക്ക് ഒക്കെ കൊച്ചിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ സെക്സ് ഓർഗൻസും അത് എന്താണ്, എങ്ങനെയാണ് എന്ന് വ്യക്തമായിട്ട് നമ്മൾ അവരെ ട്രെയിൻ ചെയ്യേണ്ടതുണ്ട്. പല മാതാപിതാക്കൾക്കും ഇത് പറയുമ്പോൾ നാണമാണ്, മറ്റുള്ളവർ എന്ത് വിചാരിക്കും. പലരും പ്രൈവറ്റ് പാർട്സിന് വേഗ് നേംസ് ആണ് ഉപയോഗിക്കുക. ചൂച്ചി, ചുന്നാമണി, കുഞ്ഞിൻ്റെ ഉണ്ണിക്കണ്ണൻ. ഞാൻ OPയിൽ പലതരത്തിലുള്ള പേരുകൾ കേൾക്കാറുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നാണവും നമുക്ക് മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്നുള്ള ചിന്താഗതികളും ഒക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് നോർമൽ നമ്മുടെ മലയാളത്തിൽ പറയാൻ നാണമാണ് അല്ലെങ്കിൽ വിഷമമാണ്, ബുദ്ധിമുട്ടാണെങ്കിൽ യൂസ് പ്രോപ്പർ ടേംസ്. ആൺകുട്ടികളോട് പെനിസ് എന്ന് തന്നെ പറഞ്ഞു പഠിപ്പിക്കുക. പെൺകുട്ടികൾക്ക് വൾവ, വജൈന തന്നെ പറഞ്ഞു പഠിപ്പിക്കുക. നമ്മൾ തന്നെ സ്വയം അത് പറയാൻ പാകത്തിന് ശീലിച്ച് വരിക തന്നെയാണ് ചെയ്യേണ്ടത്. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത്. നമ്മൾ പ്രൈവറ്റ് പാർട്സിന് ഈ വേഗ് ഫണ്ണി നെയിംസ് യൂസ് ചെയ്ത് പറയുമ്പോൾ ചിലപ്പോൾ കുഞ്ഞ് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ, വെൻ ചൈൽഡ് ഹാസ് ടു ഫേസ് സം സെക്ഷൽ അബ്യൂസ് അങ്ങനെ എന്തെങ്കിലും വരുമ്പോൾ പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ വരും. ആൻഡ് അതർ തിങ് ഈസ്, എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ തന്നെയും കൊച്ചു ചിലപ്പോൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അവർക്കത് മനസ്സിലായി എന്ന് വരത്തുമില്ല. എനിക്ക് പെനിസിൽ ഇന്ന ബുദ്ധിമുട്ടുണ്ട്, മോൻ്റെ വജൈനയ്ക്കകത്ത് ചൊറിച്ചിലുണ്ടോ, അല്ലെങ്കിൽ മോന് ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ, ആ വൾവ, വജൈന, പെനിസ് ആ പേരുച്ചരിക്കാൻ നമ്മൾ കാണിക്കുന്ന നാണവും ബുദ്ധിമുട്ടും മാറ്റിവെച്ച് നമ്മൾ പതുക്കെ നമ്മുടെ മക്കളെ ട്രെയിൻ ചെയ്തെടുക്കേണ്ടതായിട്ട് ഉണ്ട്. അതുപോലെ തന്നെ പ്രൈവറ്റ് പാർട്സ് എങ്ങനെ ക്ലീൻ ചെയ്യണം, ആസ് ഏജ് അഡ്വാൻസസ് അവരെ തന്നെ അത് ചെയ്ത് പഠിപ്പിക്കാനും നമ്മളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ പ്രൈവറ്റ് പാർട്സിൽ മറ്റുള്ളവർ ടച്ച് ചെയ്യാൻ പാടില്ല എന്നും നമ്മുടെ ബ്രസ്റ്റ്, വജീന, ഇത് ബട്ടക്സ്, ഓൾ ദോസ് തിങ്സ് ആർ നമ്മുടെ പ്രൈവറ്റ് പാർട്സ് ആണെന്നും ആ പ്രൈവറ്റ് പാർട്സിൽ ആരെങ്കിലും ടച്ച് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതല്ല എന്നും അത് എത്രയും പെട്ടെന്ന് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുള്ള കാര്യങ്ങൾ വ്യക്തമായിട്ട് നമ്മൾ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ നാണം വിചാരിക്കരുത്, ടേംസ് യൂസ് ചെയ്യാൻ വിഷമം വിചാരിക്കരുത്, മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് വിചാരിക്കരുത്. ഓപ്പൺ കമ്മ്യൂണിക്കേഷൻസ് ബിറ്റ്വീൻ അവർ കിഡ്സ് ആർ ഓൾവേസ് സേഫ് ആൻഡ് എഫക്റ്റീവ്. താങ്ക് യു.